നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആൻഡോ കല്ലേരി. ആദ്യം പ്രധാന വാർത്തകൾ. BJP അംഗങ്ങളുടെ പിന്തുണയോടെ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട നൂർജഹാൻ നവാസ് സ്ഥാനം രാജിവെച്ചു. KPCC നിർദ്ദേശപ്രകാരമാണ് രാജിയെന്ന് നൂർജഹാൻ. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുൻനിർത്തി കേരളത്തിൽ LDFും UDFും NDAയും തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു. ജില്ലയിലും തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ സജീവം. അതിരപ്പള്ളിയിൽ കാട്ടാന ആക്രമണത്തിൽ ക്ഷേത്രം ഭാഗികമായി തകർന്നു. വെറ്റിലപ്പാറ ഫാക്ടറിക്ക് സമീപത്തുള്ള ശിവക്ഷേത്രമാണ് ഭാഗികമായി തകർന്നത്. മുൻ മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞ് അന്തരിച്ചു. അന്ത്യം കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ. കോടശ്ശേരി പഞ്ചായത്തിലെ കാരാപ്പാടത്തെയും കുറ്റിച്ചിറ കട്ടക്കയം ജംഗ്ഷനെയും ബന്ധിപ്പിക്കുന്ന റോഡിലുള്ള കനാൽ പാലം കാലപ്പഴക്കം മൂലം ദുർബലമായി. പുതിയ പാലം വേണമെന്ന് ആവശ്യം. മറ്റത്തൂർ നെല്ലിപ്പറമ്പിൽ ബസ്സിനടിയിലേക്ക് മറിഞ്ഞു വീണ് ഇരിങ്ങാലക്കുട സ്വദേശിയായ സ്കൂട്ടർ യാത്രിക മരിച്ച സംഭവത്തിൽ അപകടത്തിൽപ്പെട്ടത് 4 വാഹനങ്ങളെന്ന് ദൃക്സാക്ഷികൾ. കല്ലൂരിൽ നിയന്ത്രണമിട്ട കാർ വീട്ടുമതിലിലേക്ക് ഇടിച്ചു കയറി അപകടം. യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വിശദമായ വാർത്തകളിലേക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുൻനിർത്തി കേരളത്തിൽ LDFും UDFും NDAയും തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു. ജില്ലയിലും തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ സജീവമായി. 3ാം ഊഴം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് CPM തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി വിലയിരുത്തി ജനങ്ങളെ നേരിൽ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുകയും വിശദീകരിക്കുകയും ചെയ്യുമെന്ന നിലപാടിലാണ് CPM. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കർശനമാക്കിയ 2 ടേം പരിധിയിൽ വിജയസാധ്യത പരിഗണിച്ച് ഇത്തവണ ഇളവ് നൽകാനും CPM ആലോചിക്കുന്നുണ്ട്. 2020 ജില്ലയിലെ 13 മണ്ഡലങ്ങളിൽ 12ലും വിജയം നേടിയ LDF ഇത്തവണ ചാലക്കുടിയും പിടിച്ചെടുത്ത് 13 സീറ്റും നേടുക എന്ന ലക്ഷ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേടിയ മുന്നേറ്റത്തിന്റെ ആത്മവിശ്വാസത്തിലാണ് UDF. തെരഞ്ഞെടുപ്പ് ഒരുക്കത്തിന്റെ ഭാഗമായി KPCC നേതൃയോഗം ചേർന്നിരുന്നു. ഫെബ്രുവരി ആദ്യവാരം തന്നെ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച തെരഞ്ഞെടുപ്പ് രംഗത്തിറങ്ങാനുള്ള നീക്കത്തിലാണ് കോൺഗ്രസ് നേതൃത്വം. സ്വർണ്ണപ്പാളി വിവാദമടക്കം സർക്കാരിനെതിരായ വിഷയങ്ങൾ ചർച്ചയിൽ നിർത്താനുള്ള തന്ത്രങ്ങൾക്കാണ് UDF നീക്കം. 5 വർഷം മുമ്പ് ജില്ലയിലേറ്റ തിരിച്ചടിയിൽ പാഠം ഉൾക്കൊണ്ട് ഒറ്റക്കെട്ടായി നിന്ന് 13ൽ പകുതിയിലേറെ സീറ്റിൽ വിജയിക്കുക എന്നതാണ് UDFന്റെ ലക്ഷ്യം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ച വിജയം കൈവരിക്കാനായില്ലെങ്കിലും വിജയസാധ്യതയുള്ള മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തനം ശക്തമാക്കാനുള്ള ഒരുക്കത്തിലാണ് BJP. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉണ്ടാക്കിയ മുന്നേറ്റം നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാക്കാനാണ് BJPയുടെ നീക്കം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ നേടി വിജയം ആവർത്തിക്കാനുള്ള നീക്കങ്ങളും BJP നേതൃത്വം നടത്തുന്നുണ്ട്. BJP അംഗങ്ങളുടെ പിന്തുണയോടെ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട നൂർജഹാൻ നവാസ് സ്ഥാനം രാജിവെച്ചു. KPCC നിർദ്ദേശപ്രകാരമാണ് രാജിയെന്ന് നൂർജഹാൻ നവാസ്. ചൊവ്വാഴ്ച രാവിലെയാണ് മറ്റത്തൂർ പഞ്ചായത്ത് സെക്രട്ടറി PS പ്രദീപ് കുമാറിന് നൂർജഹാൻ നവാസ് രാജിക്കത്ത് സമർപ്പിച്ചത്. മറ്റത്തൂരിൽ കോൺഗ്രസിനുള്ളിലെ പ്രശ്നങ്ങളും പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുൻപായി ഉണ്ടായ കോൺഗ്രസ് അംഗങ്ങളുടെ കൂട്ടരാജിയും തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ BJP അംഗങ്ങളുടെ സഹായത്തോടെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ KPCC നിർദ്ദേശിച്ച സമവായ ഫോർമുലയുടെ ഭാഗമായാണ് നൂർജഹാൻ നവാസ് വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച നൂർജഹാൻ BJPയുടെ പിന്തുണയോടെ നേടിയ സ്ഥാനം രാജിവെക്കണമെന്ന നിർദ്ദേശം മാനിച്ചാണ് രാജി. പ്രസിഡന്റ് ടെസി ജോസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കണമെന്നും KPCC നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ സ്വതന്ത്രയായി മത്സരിച്ച് വിജയിച്ചതിനാൽ സ്ഥാനം രാജിവെക്കേണ്ടതില്ലെന്ന തീരുമാനത്തിലാണ് പ്രസിഡന്റ് ടെസി ജോസ്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രവീൺ M. കുമാർ, കോൺഗ്രസ് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് രഞ്ജിത്ത് കൈപ്പള്ളി തുടങ്ങിയവർക്കൊപ്പമാണ് നൂർജഹാൻ നവാസ് രാജിക്കത്ത് കൈമാറാൻ എത്തിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനത്തിന് ശേഷം മറ്റത്തൂർ പഞ്ചായത്തിലുണ്ടായ വിവാദങ്ങൾ അങ്ങനെ പതുക്കെ അവസാനിക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ BJP പിന്തുണയിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തെത്തിയ UDFന്റെ നൂർജഹാൻ നവാസ് തൽസ്ഥാനം രാജിവെച്ചിരിക്കുകയാണ്. എന്താണ് ഈ രാജിയിലേക്ക് പോകുന്നതിന്റെ കാരണം? KPCCയുടെ തീരുമാനപ്രകാരം നമ്മൾ രാജിവെക്കുകയാണ് ചെയ്തത്. BJPയുടെ പിന്തുണ വേണ്ടാന്ന് വെച്ചിട്ട്.
അപ്പോൾ KPCC വലിയ വിവാദങ്ങളിലേക്ക് പോയപ്പോൾ KPCC കടുത്ത നടപടികളിലേക്ക് പോകുന്നു എന്നറിയിച്ചിരുന്നു. ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ മെമ്പർ സ്ഥാനവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ KPCC അറിയിച്ചിട്ടുണ്ടോ? മെമ്പർ സ്ഥാനത്തിന് പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പൊ നമ്മുടെ പാർട്ടി തലമായിട്ട് കാര്യങ്ങൾക്കാണ് ഇപ്പൊ KPCC പറഞ്ഞ മാതിരി ഞങ്ങൾ തീരുമാനിച്ചു, രാജിവെച്ചു. കോൺഗ്രസിനോടൊപ്പം നിന്ന് കോൺഗ്രസിന്റെ വിജയത്തിന് വേണ്ടി അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നിലപാടുകൾക്കൊപ്പം നിൽക്കാൻ തന്നെ തീരുമാനിച്ചതിന്റെ പുറത്താണ് രാജി. അതെ അതെ. തീർച്ചയായിട്ടും ഇപ്പൊ സ്വാഭാവികമായിട്ടും ഇനി ഒരു വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഇവിടെ വരും. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ വീണ്ടും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് മത്സരം ഉണ്ടാകണമല്ലോ. അങ്ങനെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വീണ്ടും മത്സരിക്കുമോ? തീർച്ചയായിട്ടും മത്സരിക്കും. ഞങ്ങളുടെ നേതൃത്വം പറഞ്ഞാൽ മത്സരിക്കും. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് നടന്നു. ചെയർമാൻ സ്ഥാനങ്ങളിൽ LDF പ്രതിനിധികൾ എത്തും. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ സുനിൽകുമാർ ചിന്നങ്ങത്ത്, സബിത VD, ജിസി പൗലോസ്, സുമ ആന്റണി, ഔസെപ്പ് KR, PS അംബുജാക്ഷൻ എന്നിവരും, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ റെനി KR, ബിന്ദു മനോജ് കുമാർ, KR ശശികുമാർ, സിബി പൗലോസ്, ഷാജൻ PR എന്നിവരും, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ലിൻഡോ പള്ളിപ്പറമ്പൻ, റഫീഖ് AA, നിത KG, ഷീജ അജിത്ത്, CC ബിജു എന്നിങ്ങനെ 16 അംഗങ്ങളാണ് വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിൽ ഇടം പിടിച്ചത്. ബാക്കി 7 അംഗങ്ങളിൽ ഒരാൾ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലും ബാക്കി 6 പേർ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലും എത്തും. ഇതിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അടുത്ത ദിവസം നടക്കുമെന്ന് പഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചു. ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ സ്ഥാനം വൈസ് പ്രസിഡന്റിനാണ്. നിലവിൽ വൈസ് പ്രസിഡന്റ് രാജിവെച്ച സാഹചര്യത്തിൽ പുതിയ വൈസ് പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തതിന് ശേഷമാകും ഇവിടെ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സന്റെ തെരഞ്ഞെടുപ്പ് നടക്കുക. മനക്കുളങ്ങര കൃഷ്ണവിലാസ് UP സ്കൂളിൽ ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകി. കൊടകര, പറപ്പൂക്കര പഞ്ചായത്തുകളിലെ ജനപ്രതിനിധികൾക്കാണ് സ്വീകരണം നൽകിയത്. തുടർന്ന് വിദ്യാർത്ഥികളുമായി ജനപ്രതിനിധികൾ സംവദിച്ചു. സ്കൂൾ മാനേജർ B സദാനന്ദൻ, പ്രധാനാധ്യാപിക PS സീമ, ദിനേശ് പരമേശ്വരൻ, PTA പ്രസിഡന്റ് ഷീമ മോഹൻ, KV അജയ്കുമാർ എന്നിവർ പ്രസംഗിച്ചു. അതിരപ്പിള്ളിയിൽ കാട്ടാന ആക്രമണത്തിൽ ക്ഷേത്രം ഭാഗികമായി തകർന്നു. വെറ്റിലപ്പാറ ഫാക്ടറിക്ക് സമീപത്തുള്ള ശിവക്ഷേത്രമാണ് ഭാഗികമായി തകർന്നത്. ക്ഷേത്രത്തിലെ ഗണപതിയുടെ പ്രതിഷ്ഠയുള്ള ഭാഗത്തൊഴികെ മുഴുവൻ വാതിലുകളും ആന തകർത്തു. തിങ്കളാഴ്ച രാത്രിയിലാണ് കാട്ടാനക്കൂട്ടം ഈ പ്രദേശത്തേക്ക് എത്തിയത്. തൊട്ടടുത്തുള്ള തൊഴിലാളികളുടെ വീടും ആനക്കൂട്ടം തകർത്തു. ചൊവ്വാഴ്ച വെളുപ്പിനാണ് ആനക്കൂട്ടം കാട് കയറിയത്. മുൻ മന്ത്രിയും മുസ്ലിം ലീഗ് നേതാവുമായ VK ഇബ്രാഹിം കുഞ്ഞ് അന്തരിച്ചു. 73 വയസ്സായിരുന്നു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. മധ്യ കേരളത്തിൽ മുസ്ലിം ലീഗിന്റെ കരുത്തുറ്റ നേതാക്കളിൽ ഒരാളായിരുന്ന ഇബ്രാഹിം കുഞ്ഞ് 2 തവണ മന്ത്രിയായിട്ടുണ്ട്. 2001-2006 വർഷങ്ങളിൽ മട്ടാഞ്ചേരിയിൽ നിന്നും നിയമസഭയിലെത്തിയ അദ്ദേഹം 2011-ലും 2016-ലും ജയം നേടിയത് കളമശ്ശേരിയിൽ നിന്നാണ്. എറണാകുളം ആലങ്ങാട് കൊങ്ങോർപ്പിള്ളി സ്വദേശിയായ ഇബ്രാഹിം കുഞ്ഞ് മുസ്ലിം ലീഗ് ജില്ലാ അധ്യക്ഷ സ്ഥാനം ഉൾപ്പെടെ പാർട്ടിയിൽ പ്രമുഖ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. 2001-2006 UDF മന്ത്രിസഭയിൽ വ്യവസായ മന്ത്രിയായിരുന്ന PK കുഞ്ഞാലിക്കുട്ടി രാജിവെച്ചപ്പോഴാണ് ഇബ്രാഹിം കുഞ്ഞ് ആദ്യമായി മന്ത്രിയായത്. 2011 മുതൽ 2016 വരെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ വ്യവസായ മന്ത്രിയായി. ലീഗിന്റെ തൊഴിലാളി യൂണിയനായ STUവിന്റെ വിവിധ ഘടകങ്ങളുടെ ഭാരവാഹിയായും പ്രവർത്തിച്ചു. മറ്റത്തൂർ നെല്ലിപ്പറമ്പിൽ ബസ്സിനടിയിലേക്ക് മറിഞ്ഞു വീണ് ഇരിങ്ങാലക്കുട സ്വദേശിയായ സ്കൂട്ടർ യാത്രിക മരിച്ച സംഭവത്തിൽ അപകടത്തിൽപ്പെട്ടത് 4 വാഹനങ്ങളെന്ന് ദൃക്സാക്ഷികൾ. ഇരിങ്ങാലക്കുട കൊട്ടിലങ്ങപ്പാടം ആസാദ് റോഡിൽ കരിപ്പുര വീട്ടിൽ അഷ്റഫിന്റെ മകൾ ആഫിദയാണ് മരിച്ചത്. സ്കൂട്ടറിൽ യാത്ര ചെയ്യുന്നതിനിടയിൽ സ്വകാര്യ ബസ്സിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ ബസ്സിനടിയിലേക്ക് വീണാണ് ആഫിദ മരിച്ചത്. സ്കൂട്ടറിൽ ഉണ്ടായിരുന്ന ബന്ധുവായ സ്ത്രീയും കുട്ടിയും രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. കൊടകര വെള്ളിക്കുളങ്ങര റോഡിൽ നെല്ലിപ്പറമ്പിൽ തിങ്കളാഴ്ച വൈകിട്ട് 8 മണിയോടെയായിരുന്നു അപകടം. സംഭവത്തെക്കുറിച്ച് ദൃക്സാക്ഷികൾ പറയുന്നത് ഇങ്ങനെയാണ്. ആഫിദയാണ് സ്കൂട്ടർ ഓടിച്ചിരുന്നത്. വാഹനത്തിൽ ഒരു കുട്ടിയും ബന്ധുവായ സ്ത്രീയും ഉണ്ടായിരുന്നു. പത്തുകുളങ്ങരയിലുള്ള ബന്ധുവീട്ടിൽ പോയി മടങ്ങുകയായിരുന്നു ഇവർ. നെല്ലിപ്പറമ്പിൽ വെച്ച് ആഫിദ സ്വകാര്യ ബസ്സിനെ മറികടക്കാൻ ശ്രമിച്ചു. എതിരെ നിന്നു വന്ന ബൈക്കിൽ സ്കൂട്ടർ തട്ടി. ഈ സമയം പിറകിൽ നിന്നു വന്ന ബൈക്കും ആഫിദയുടെ സ്കൂട്ടറിൽ തട്ടി. മറിഞ്ഞു വീണ ആഫിദയുടെ ശരീരത്തിൽ ബസ് കയറിയിറങ്ങി. സ്കൂട്ടറിലുണ്ടായിരുന്ന മറ്റു 2 പേരും മറുവശത്തേക്ക് വീണതിനാൽ ചെറിയ പരിക്കുകളോടെ രക്ഷപ്പെട്ടു. മമ്മിയൂരിൽ മിനി ബസും ടോറസ് ലോറിയും കൂട്ടിയിടിച്ച് അപകടം. 15ഓളം പേർക്ക് പരിക്കേറ്റു. ചൊവ്വാഴ്ച പുലർച്ചെ 1:45 അപകടം. മമ്മിയൂരിൽ മിനി ബസും ടോറസ് ലോറിയും കൂട്ടിയിടിച്ച് അപകടം.
15ഓളം പേർക്ക് പരിക്ക്. ഇന്ന് പുലർച്ചെ 1:45 അപകടം. കർണാടക സ്വദേശികളായ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന മിനി ബസും ടോറസ് ലോറിയുമാണ് കൂട്ടിയിടിച്ചത്. പരിക്കേറ്റവരെ ചാവക്കാട് ടോട്ടൽ കെയർ ആംബുലൻസ്, ഗുരുവായൂർ ആക്ട്സ്, 108 ആംബുലൻസ് പ്രവർത്തകർ എന്നിവർ ചേർന്ന് ഹയാത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ടോറസ് ലോറിക്കുള്ളിൽ കുടുങ്ങിക്കിടന്ന ലോറി ഡ്രൈവർ പാലക്കാട് മുതുതല വീട്ടിൽ ഷക്കീർ മുതുവട്ടൂർ രാജ ആശുപത്രിയിൽ നിന്ന് ചികിത്സ തേടി. മറ്റ് പരിക്കേറ്റവർ വിവിധ ആശുപത്രികളിൽ നിന്ന് ചികിത്സ തേടി. ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന ബസ് അശ്രദ്ധയോടെ ഓടിച്ചതാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു. ഗുരുവായൂർ ഫയർഫോഴ്സ്, ഗുരുവായൂർ ടെമ്പിൾ പോലീസ്, ഗുരുവായൂർ പോലീസ് എന്നിവർ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. അപകടത്തിൽ മുസ്ലിം വീട്ടിൽ സുലേഖയുടെ മതിലും ഗേറ്റും തകർന്നു. കൂടാതെ റോഡരികിലെ ഇലക്ട്രിക് പോസ്റ്റ് തകർന്നു വീണു. 3 കടകൾ ഭാഗികമായി തകർന്നു. ഇരിങ്ങപ്പുറം രമേശിന്റെ വസന്തം ലക്കി സെന്റർ, ജോണിയുടെ ഉടമസ്ഥതയിലുള്ള ചിരിയങ്കണ്ടത്ത് പലചരക്ക് കട, ഷാജന്റെ നീലങ്കാവിൽ സ്റ്റോഴ്സ്, സുധാകരന്റെ അമ്പാടി ഹോട്ടൽ എന്നിവയുടെ മുൻവശമാണ് തകർന്നത്. ഓരോ കടകൾക്കും വലിയ തുകയുടെ നഷ്ടം സംഭവിച്ചതായി ഷാജൻ പറഞ്ഞു. വിവരമറിഞ്ഞ ഗുരുവായൂർ ACP C പ്രേമാനന്ദകൃഷ്ണൻ സ്ഥലത്തെത്തി. കല്ലൂരിൽ നിയന്ത്രണമിട്ട കാർ വീട്ടുമതിലിലേക്ക് ഇടിച്ചു കയറിയ അപകടം, യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. തിങ്കളാഴ്ച രാത്രി 10 മണിയോടെ കല്ലൂർ ആമ്പല്ലൂർ റോഡിലെ നായരങ്ങാടി മഠം റോഡിലായിരുന്നു സംഭവം. പുറത്തൂക്കാരൻ ജോസിന്റെ വീട്ടുമതിൽ അപകടത്തിൽ തകർന്നു. വരന്തരപ്പിള്ളി സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. പതിവ് അപകട മേഖലയാണ് ഇവിടം. വളവ് ശ്രദ്ധിക്കാതെ എത്തുന്ന വാഹനങ്ങൾ നിയന്ത്രണം നഷ്ടപ്പെടുകയും കാനയിലും റോഡിലേക്കും മറിഞ്ഞു വീഴുന്നത് മുൻപും ഉണ്ടായിട്ടുണ്ട്. ജോസിന്റെ വീടിന്റെ മതിൽ മുൻപും അപകടത്തിൽ തകർന്നിട്ടുണ്ട്. ഡ്രൈവർമാരുടെ ശ്രദ്ധയാകർഷിക്കുന്ന സുരക്ഷാ മുന്നറിയിപ്പ് ബോർഡുകൾ ഇവിടെ സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കോടശ്ശേരി പഞ്ചായത്തിലെ കാരാപ്പാടത്തെയും കുറ്റിച്ചിറ കട്ടക്കയം ജംഗ്ഷനെയും ബന്ധിപ്പിക്കുന്ന റോഡിലുള്ള കനാൽ പാലം കാലപ്പഴക്കം മൂലം ദുർബലമായി. ചാലക്കുടി വലതുകര ഇറിഗേഷൻ കനാലിന് കുറുകെയുള്ള പാലമാണ് ദുർബലാവസ്ഥയിലുള്ളത്. 70 വർഷം മുൻപ് കനാൽ നിർമ്മിച്ച സമയത്ത് കാൽനടക്കാർക്കായി പണി കഴിച്ചതാണ് ഈ പാലം. ഇടുങ്ങിയ പാലത്തിന് പകരമായി വാഹന ഗതാഗതം സാധ്യമാക്കുന്ന തരത്തിലുള്ള വീതിയേറിയ പുതിയ പാലം വേണമെന്നാണ് ആവശ്യമുയരുന്നത്. പുതിയ പാലം വന്നാൽ വയലാത്തറ, പൊന്നാമ്പിയോളി, കാരാപ്പാടം പ്രദേശങ്ങളിലുള്ളവർക്ക് എളുപ്പത്തിൽ കുറ്റിച്ചിറ ജംഗ്ഷനിലേക്ക് എത്തിച്ചേരാനാകും. ഇവിടെ പുതിയ പാലം നിർമ്മിക്കണമെന്ന് വിവിധ സംഘടനകളും നാട്ടുകാരും വർഷങ്ങളായി ആവശ്യപ്പെട്ടു വരുന്നതാണ്. ഇതിനായി 45.5 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റും തയ്യാറാക്കിയിരുന്നു. എന്നാൽ തുടർ നടപടികൾ ഉണ്ടാകാതിരുന്നതിനാൽ പാലം കടലാസിലൊതുങ്ങി. പഴയ പാലം വീതി കൂട്ടി പുനർനിർമ്മിക്കാൻ എത്രയും വേഗം നടപടി ഉണ്ടാക്കണമെന്ന് കാരുണ്യ സോഷ്യൽ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം അധികൃതരോട് ആവശ്യപ്പെട്ടു. രക്ഷാധികാരി ഡോക്ടർ ജോയ് കട്ടക്കയം ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ജോസ് കാഞ്ഞാമ്പുറത്ത് അധ്യക്ഷത വഹിച്ചു. PO വർഗീസ്, NL ബെന്നി, TT ബേബി, ഓമന ജോസ് എന്നിവർ പ്രസംഗിച്ചു. പാലം യാഥാർത്ഥ്യമാക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഇടമലയാർ ഇറിഗേഷൻ പ്രൊജക്ട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് നിവേദനം നൽകി. വെള്ളിയാഴ്ച മുതൽ കേരളത്തിൽ മഴയ്ക്ക് സാധ്യതയെന്ന മുന്നറിയിപ്പ്. ബംഗാൾ ഉൾക്കടലിൽ ഭൂമധ്യരേഖയ്ക്ക് സമീപം രൂപപ്പെട്ട ചക്രവാത ചുഴി ന്യൂനമർദ്ദമായും തുടർന്ന് ശക്തി കൂടിയ ന്യൂനമർദ്ദമായും മാറി വ്യാഴമല്ലെങ്കിൽ വെള്ളിയാഴ്ചയോടെ ശ്രീലങ്ക ഭാഗത്ത് എത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇതോടെ വ്യാഴമല്ലെങ്കിൽ വെള്ളിയോടെ തമിഴ്നാട്ടിലും കേരളത്തിലും നിലവിലെ അന്തരീക്ഷ സ്ഥിതിയിൽ മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നുവെന്ന് കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നു. തെക്കൻ തമിഴ്നാട് മേഖലയിൽ കൂടുതൽ മഴയ്ക്ക് സാധ്യതയുണ്ട്. വെള്ളിയാഴ്ച മുതൽ കേരളത്തിലും പ്രത്യേകിച്ച് മധ്യ തെക്കൻ ജില്ലകളിൽ മഴ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. സംസ്ഥാനത്ത് സ്വർണ്ണവില ഉയർന്നു. പവന് 440 രൂപ വർദ്ധിച്ച് ഒരു പവൻ സ്വർണത്തിന്റെ വില 1,18,800 രൂപയായി. ഗ്രാമിന് 55 രൂപ വർദ്ധിച്ച് 12,725 രൂപയായി. തിങ്കളാഴ്ച രാവിലെ പവന്റെ വില 1 ലക്ഷം കടന്നതിന് ശേഷം ഉച്ചയ്ക്ക് 320 രൂപയും വൈകുന്നേരം 280 രൂപയും ഉയർന്നിരുന്നു. സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിലേക്ക് നിക്ഷേപകർ തിരിയുമ്പോൾ വില റെക്കോർഡുകൾ മറികടന്നേക്കാം. ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചൻസ് അസോസിയേഷൻ അന്താരാഷ്ട്ര വിലയെ അനുസൃതമാക്കിയാണ് കേരളത്തിൽ വില നിശ്ചയിക്കുന്നത്. അന്താരാഷ്ട്ര വിപണി നിരക്കുകൾ, ഇറക്കുമതി തീരുവകൾ, നികുതികൾ, വിനിമയ നിരക്കുകളിലെ ഏറ്റക്കുറച്ചിലുകൾ എന്നിവയാണ് പ്രധാനമായും ഇന്ത്യയിലെ സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നത്. പാലാഴി അമ്പലക്കടവ് ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിലെ മകരജ്യോതി ഉത്സവത്തിന് ബുധനാഴ്ച കൊടിയേറും. വൈകിട്ട് 7-ന് ക്ഷേത്രം തന്ത്രി തെക്കേടത്ത് പെരുമ്പടപ്പ് ദാമോദരൻ നമ്പൂതിരി കൊടിയേറ്റം നിർവഹിക്കും. തുടർന്ന് പാലാഴി ശ്രീഭദ്രയുടെ ഓണംകളി, 8:30-ന് തൃശൂർ ദൃശ്യ നാടകവേദിയുടെ നാടകം, വ്യാഴാഴ്ച വൈകിട്ട് 8-ന് സാംസ്കാരിക സമ്മേളനം എന്നിവ നടക്കും.
പള്ളിവേട്ട ദിവസമായ 13-ന് രാവിലെ 9-ന് ശീവേലി പഞ്ചാരിമേളം, വൈകിട്ട് 8:30-ന് കലാസമിതി ആലിൻ ചുവട്ടിൽ പള്ളിവേട്ട, കൊടകര ഉണ്ണി നയിക്കുന്ന പാണ്ടിമേളം, ഉത്രം കലാസമിതിയുടെ നാടൻ കലാരൂപങ്ങൾ, 14-ന് രാവിലെ 9-ന് ആറാട്ട്, 10-ന് കുടിക്കൽപ്പറ, 12-ന് കലശം, വൈകിട്ട് 6:30-ന് കളരി പരദേവതാ ക്ഷേത്രത്തിൽ മകരജ്യോതി പ്രഘോഷയാത്ര, മകരജ്യോതി സമർപ്പണം, കല്ലുവഴി ബാബു നയിക്കുന്ന പഞ്ചവാദ്യം എന്നിവയാണ് പ്രധാന പരിപാടികൾ. തൃക്കൂർ ഗവൺമെന്റ് സർവോദയ ഹയർ സെക്കൻഡറി സ്കൂളിലെ വാർഷിക ആഘോഷവും അധ്യാപകരുടെ യാത്രയയപ്പ് യോഗവും വെള്ളിയാഴ്ച രാവിലെ 10:30-ന് നടക്കും. കെ രാമചന്ദ്രൻ MLA ഉദ്ഘാടനം നിർവഹിക്കും. തൃക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് അധ്യക്ഷത വഹിക്കും. തൃശൂർ റൂറൽ SP B കൃഷ്ണകുമാർ, ചലച്ചിത്ര ഗായകൻ അനൂപ് ശങ്കർ, ജില്ലാ പഞ്ചായത്ത് അംഗം EA ഓമന എന്നിവർ സന്നിഹിതരാകും. മുപ്ലിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾക്കായി സംഘടിപ്പിച്ച ക്രിസ്മസ് അവധിക്കാല ക്യാമ്പ് സമാപിച്ചു. ക്യാമ്പിന് വരന്തരപ്പള്ളി സ്റ്റേഷൻ SI PD ധനീഷ് പതാക ഉയർത്തി. പഞ്ചായത്ത് അംഗം നിവേദ്യ സിജിൽ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രധാനാധ്യാപിക MJ മിനി അധ്യക്ഷത വഹിച്ചു. DIമാരായ ജിൽജിത്ത്, അനീഷ്, ACPO PN സന്ധ്യ എന്നിവർ നേതൃത്വം നൽകി. ക്യാമ്പിൽ ചെയ്ത SPC പ്രൊജക്ട് ഫ്രണ്ട്സ് അറ്റ് ഹോം പരിപാടിയിൽ ADNO OH ബിജു പങ്കെടുത്തു. ക്യാമ്പിൽ യോഗ ക്ലാസ് നടത്തി. സമാപന ദിവസം മജീഷ്യൻ ജോസ് ചിറയത്തിന്റെ മാജിക് ഷോ കുട്ടികളിൽ ആവേശവും കൗതുകവും ഉണർത്തി. OSA ചെയർമാൻ KN ജയപ്രകാശ്, PTA പ്രസിഡന്റ് VR വേണു, SMC ചെയർമാൻ PV ശ്രീജിത്ത് എന്നിവർ സന്നിഹിതരായി. ഇനി കാണാം ഇൻഫോ ടോക്ക്. കുട്ടികൾക്ക് ദിവസവും മുട്ട നൽകുന്നത് നിരവധി ആരോഗ്യ ഗുണങ്ങൾ നൽകുന്നു. പ്രോട്ടീൻ, B12, D പോലുള്ള വിറ്റാമിനുകൾ, കോളിൻ, ല്യൂട്ടിൻ, ആരോഗ്യകരമായ കൊഴുപ്പുകൾ എന്നിവയാൽ മുട്ട സമ്പന്നമാണ്. മുട്ട ഒരു മികച്ച പ്രഭാത ഭക്ഷണം മാത്രമല്ല, കുട്ടികൾക്ക് പോഷകാഹാരം വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു മികച്ച ഭക്ഷണമാണ്. ഒരു മുട്ടയിൽ ഏകദേശം 6 ഗ്രാം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. ഇത് കുട്ടികളിൽ തലച്ചോറിന്റെ വികാസത്തിനും ഓർമ്മശക്തിയും കൂട്ടുന്നു. കാഴ്ചശക്തി കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ല്യൂട്ടിൻ, സിയാക്സാന്തിൻ എന്നിവയും മുട്ടയിൽ അടങ്ങിയിട്ടുണ്ട്. മുട്ട പ്രോട്ടീൻ മാത്രമല്ല നൽകുന്നത്, കുട്ടികൾക്ക് ദിവസവും ആവശ്യമായ വിറ്റാമിനുകളും ധാതുക്കളും അവ നൽകുന്നു. തലച്ചോറിന്റെ ശക്തിക്കും ആരോഗ്യകരമായ രോഗപ്രതിരോധ സംവിധാനത്തിനും മുട്ട സഹായിക്കുന്നു. മുട്ട പ്രോട്ടീൻ മാത്രമല്ല നൽകുന്നത്, കുട്ടികൾക്ക് ദിവസവും ആവശ്യമായ വിറ്റാമിനുകളും ധാതുക്കളും അവ നൽകുന്നു. 1 മുതൽ 8 വയസ്സ് വരെയുള്ള കുട്ടികൾ പ്രതിദിനം 1 മുതൽ 2 വരെ മുട്ടകൾ കഴിക്കുന്നത് നല്ലതാണെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നു. ഈ അളവ് വരുന്ന കുട്ടികൾക്ക് ആവശ്യമായ പ്രോട്ടീനും പോഷകങ്ങളും നൽകുന്നു. മറ്റു ഭക്ഷണങ്ങൾക്കൊപ്പം ഒരു ദിവസം 12 മുട്ടകൾ നൽകുക. പച്ചക്കറികളോടൊപ്പം സ്ക്രാമ്പിൾഡ് എഗ്സ് അല്ലെങ്കിൽ ഓംലെറ്റ് രൂപത്തിലും നൽകാവുന്നതാണ്. മറ്റൊരു കാര്യം, കുട്ടികൾക്ക് ആദ്യമായി മുട്ട നൽകുമ്പോൾ അലർജി പ്രശ്നം ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. എന്തെങ്കിലും അസ്വസ്ഥതകൾ കണ്ടാൽ ഡോക്ടറെ കാണിക്കുക. ഇനി കാലാവസ്ഥ. കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ്. ആനന്ദപുരം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ ഈവനിംഗ് OPയിലേക്ക് താൽക്കാലിക കരാർ അടിസ്ഥാനത്തിൽ ഒരു മെഡിക്കൽ ഓഫീസറുടെ ഒഴിവുണ്ട്. ജനുവരി 12 തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് ആനന്ദപുരം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് വാക്ക് ഇൻ ഇന്റർവ്യൂ നടക്കും. MBBS ബിരുദവും TCMC രജിസ്ട്രേഷനുമുള്ളവർക്ക് ബന്ധപ്പെട്ട രേഖകളുടെ അസൽ സഹിതം ഇന്റർവ്യൂവിൽ പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസ് പ്രവൃത്തി സമയങ്ങളിൽ 9946619942 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. അളഗപ്പനഗർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പഞ്ചായത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പ്രൈമറി പാലിയേറ്റീവ് യൂണിറ്റിൽ നഴ്സിന്റെ ഒഴിവുണ്ട്. BCCPN കോഴ്സ് യോഗ്യത ഉണ്ടായിരിക്കണം. പ്രായപരിധി 41. പഞ്ചായത്ത് പരിധിയിൽ താമസിക്കുന്നവർക്കാണ് മുൻഗണന. അഭിമുഖം ജനുവരി 7 ബുധനാഴ്ച രാവിലെ 10:30-ന് അളഗപ്പനഗർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നടക്കും. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 12,725 രൂപ, പവന് 1,01,800 രൂപ. വണ്ണംപേട്ട പൂക്കോട് തെക്കേടത്ത് ശങ്കരൻകുട്ടി നായർ അന്തരിച്ചു. 80 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പരേതയായ മണിയമ്മയാണ് ഭാര്യ. ബിന്ദു, വിജയലക്ഷ്മി, ശ്രീദേവി, ശ്രീലത എന്നിവർ മക്കളും. ബാബു, അമ്പിളികുമാർ, രാജ്കുമാർ, പരേതനായ മോഹനൻ എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. BJP അംഗങ്ങളുടെ പിന്തുണയോടെ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട നൂർജഹാൻ നവാസ് സ്ഥാനം രാജിവെച്ചു.
KPCC നിർദ്ദേശപ്രകാരമാണ് രാജിയെന്ന് നൂർജഹാൻ. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുൻനിർത്തി കേരളത്തിൽ LDFും UDFും NDAയും തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു. ജില്ലയിലും തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ സജീവം. അതിരപ്പള്ളിയിൽ കാട്ടാന ആക്രമണത്തിൽ ക്ഷേത്രം ഭാഗികമായി തകർന്നു. വെറ്റിലപ്പാറ ഫാക്ടറിക്ക് സമീപത്തുള്ള ശിവക്ഷേത്രമാണ് ഭാഗികമായി തകർന്നത്. മുൻമന്ത്രി VK ഇബ്രാഹിം കുഞ്ഞ് അന്തരിച്ചു. അന്ത്യം കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ. കോടശ്ശേരി പഞ്ചായത്തിലെ കാരാപ്പാടത്തെയും കുറ്റിച്ചിറ കട്ടക്കയം ജംഗ്ഷനെയും ബന്ധിപ്പിക്കുന്ന റോഡിലുള്ള കനാൽ പാലം കാലപ്പഴക്കം മൂലം ദുർബലമായി. പുതിയ പാലം വേണമെന്ന് ആവശ്യം. മറ്റത്തൂർ നെല്ലിപ്പറമ്പിൽ ബസ്സിനടിയിലേക്ക് മറിഞ്ഞു വീണ് ഇരിങ്ങാലക്കുട സ്വദേശിയായ സ്കൂട്ടർ യാത്രിക മരിച്ച സംഭവത്തിൽ അപകടത്തിൽപ്പെട്ടത് 4 വാഹനങ്ങളെന്ന് ദൃക്സാക്ഷികൾ. കല്ലൂരിൽ നിയന്ത്രണമിട്ട കാർ വീട്ടുമതിലിലേക്ക് ഇടിച്ചു കയറി അപകടം. യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.